ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീമതി കെ പി ശശികല ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി കെ പി ശശികല, ഇതിപ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടു. ഏത് സ്കൂളാണ്, എവിടെയാണ് ഇങ്ങനെ സംഘപരിവാർ ഇടപെട്ടത് എന്നൊക്കെ വ്യക്തമാക്കണമെന്ന് മന്ത്രിയുടെ ഓഫീസ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടതാണ് ഇപ്പോൾ കാണിച്ച പരാതി. അത് തിരുവനന്തപുരം ആറ്റുകാലിലുള്ള ചിന്മയ വിദ്യാലയത്തിനെതിരെ ഒരു രക്ഷിതാവ് നൽകിയ പരാതിയാണ് മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടത്. മറ്റൊരു കാര്യം കൂടി അവിടെ നിന്ന് അറിയിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ നാളെ അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തും. മന്ത്രിയുടെ ഓഫീസ് അവിടെ ഇടപെട്ടു. അവിടെ ആഘോഷം നടത്തണം എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന് മന്ത്രിയുടെ വാർത്താസമ്മേളനം ഇന്നലെ താങ്കൾ ശ്രദ്ധിച്ചതാണല്ലോ. സംഘപരിവാർ സംഘടനകൾ വ്യാപകമായി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ക്രിസ്മസ് ആഘോഷം സ്കൂളുകളിൽ വേണ്ട എന്ന്. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ ശ്രീമതി കെ പി ശശികല? എന്റെ അറിവിലില്ല. ഞാൻ സംഘപരിവാർ അല്ല എന്ന് പറയുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ അറിവിൽ അങ്ങനെ ഒരു യോഗം ചേർന്നിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ എവിടെയും അറിയിച്ചിട്ടുമില്ല. ഒരാഘോഷവും നടത്തരുത് എന്ന് പറയുന്നതോ തടയുന്നതോ അത് സനാതന ധർമ്മത്തിന്റെ രീതിയല്ല. കാരണം വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഏകധർമ്മം സനാതന ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ ആരുടെ ആഘോഷത്തിനും എതിരല്ല. ചിന്മയ സ്കൂളില് ഇപ്പൊ അവിടെ തന്നെ പറഞ്ഞു, അവര് പറഞ്ഞിട്ടില്ല ആരാണ് പറഞ്ഞത് എന്നുള്ളത്. കേരളത്തിലെ എത്രയോ വിദ്യാലയങ്ങളിൽ നടക്കുന്നു. കേവലം ഒരു വിദ്യാലയത്തിൽ അത് ആരാണ് എന്ന് അതിന്റെ അധികൃതർ പറയുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റും വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനവുമായിട്ട് ഇറങ്ങി. ഞാൻ രക്ഷിപ്പം എന്ന് പറഞ്ഞ് ചാടി രക്ഷപ്പെടുകയും ഞങ്ങൾ അല്ലെങ്കിൽ പുറത്തു വരികയും ഞങ്ങൾ എല്ലായിടത്തും നടത്തും എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ ഗൂഢാലോചന വളരെ വ്യക്തമാണ്. അതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അതന്നെയാണ് ഞാൻ എഴുതിയത്, ഒരു ആഖ്യാന യുദ്ധമാണ്. ഒരു മന്ത്രിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന് ശേഷമാണ് ആറ്റുകാൽ സ്കൂളാണ് എന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷമാണ്. അവിടെയും ആ സ്കൂളിന്റെ അധികൃതർ പറഞ്ഞിട്ടില്ല. ആധികാരികമായി പറയാൻ സാധിക്കുന്നത് സ്കൂൾ അധികൃതർക്കാണ്. അവരെന്തുകൊണ്ട് അവർ ഒഴിവാക്കി എന്ന് പറയേണ്ടത് അവർ പറയുന്നതിന് മാത്രമാണ് അതിന്റെ വാസ്തവം. അപ്പൊ അതുപോലും കിട്ടാതെ കേരളത്തിലെ ഒരു സ്കൂള്, ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുള്ള കേരളത്തിലെ ഒരു സ്കൂളിൽ അതിന്റെ അധികൃതർ പോലും ആരാണ് കാരണം എന്ന് തുറന്നു പറയാതെ അത് കേട്ടതും ചെണ്ടയെടുത്ത് കൊട്ടിയിട്ട് സംഘപരിവാർ വ്യാപകമായി ഇത്തരത്തിൽ തടയുന്നു എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ, കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റി ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഏകോദര സഹോദരങ്ങളെ പോലെ പെരുമാറും? എങ്ങനെയാണ് ഇത്തരം ഒരു മന്ത്രി ഉള്ളിടത്ത് എങ്ങനെയാണ് ഏകോദര സഹോദര മനോഭാവമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? ഒരു 100% ഹിന്ദു കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഗുരുവന്ദനം നടത്തിയാൽ അതിനെതിരെ കേസെടുക്കണം എന്ന് പറയുന്നത് ഇതേ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഓടുന്ന ഒരു തീവണ്ടിയില് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം പാടിയാൽ അതിനെതിരെ ആ വിദ്യാലയത്തിന്റെ NOC തെറിപ്പിക്കുമെന്ന് പറയുന്നത് ഇതേ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതേ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞങ്ങൾ എന്ത് ത്യാഗമെടുത്തും ക്രിസ്മസ് ആഘോഷിക്കും എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ ഒരു പക്ഷേ ആഘോഷിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ആരാഘോഷിക്കുന്നുണ്ട്? ഞങ്ങളൊക്കെ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതാണല്ലോ. ഞാൻ 37 കൊല്ലം ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളാ. എന്റെ സ്കൂളിൽ ഉണ്ടാകുന്ന എല്ലാ ആഘോഷ പരിപാടി, അത് പെരുന്നാളാകട്ടെ, അത് ക്രിസ്മസ് ആകട്ടെ, അത് നോമ്പുതുറയാകട്ടെ, അന്വേഷിക്കാമല്ലോ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ അതോ മാറി നിന്നിട്ടുണ്ടോ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിലങ്ങോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഇത്തരം എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നവരല്ലേ ഇത്. താങ്കൾ ഇന്നലെ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ശ്രീമതി കെ പി ശശികല, ഇന്നലെ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് താങ്കളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരാണ്, എവിടെയാണ് ഇങ്ങനെ നിർദ്ദേശം നൽകിയത്, ഏത് സ്കൂളിലാണ് എന്നൊക്കെ പറയണം. കാരണം മന്ത്രി പഴയ ആളല്ല, മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയാണ്, പഴയ വി ശിവൻകുട്ടി അല്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് പറയുന്ന ഈ ഒരു സ്കൂളിന്റെ കാര്യമാണ്. അവിടെ ഒരു രക്ഷിതാവ് നൽകിയ പരാതിയുണ്ട്. ആ പരാതിയിൽ പറയുന്നത് അവിടുത്തെ കൊടിതോരണങ്ങളും മറ്റും എടുത്തു മാറ്റണമെന്ന് പരിവാർ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ വിശദീകരണത്തിൽ തൃപ്തി പോരാ അല്ലെ? ഈ വിശദീകരണം പോരെന്നല്ലേ? അല്ല, പരിവാർ സംഘടനകൾ ആവശ്യപ്പെട്ടു എന്ന് ചിന്മയ വിദ്യാലയക്കാർ പറഞ്ഞു. ആവശ്യപ്പെട്ടവരുടെ പേരുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹം ആ പത്രസമ്മേളനം നടത്തുമ്പോഴായിരുന്നു ഇത് പറയേണ്ടിയിരുന്നത്. കേരളം മുഴുവൻ എന്തോ ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു സംഭവത്തെ കേരളം മുഴുവനുള്ള എന്തോ ഒരു സംഗതിയാക്കി പെരുപ്പിച്ച് കാട്ടി പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന് അവിടെ ഇടപെടുണ്ട്. ആ ഒരു വിദ്യാലയമാണ് എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് നടത്തിയേ പറ്റുമെങ്കിൽ ഇടപെട്ടാൽ നടത്താൻ കഴിയും. കാരണം സാഹോദര്യ ഭാവം ഉണ്ടാക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടി ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ നിലയിൽ ആ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് ആരാണ്, എന്താണ് എന്ന് കേട്ടോ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പരിഹരിക്കേണ്ടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇത് കേരളം മുഴുവൻ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സമുദായങ്ങൾ തമ്മിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന, കാരണം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹം കൈകോർക്കുന്നുണ്ട്. കാരണം കൈകോർത്തേ മതിയാകൂ എന്നൊരവസ്ഥയിൽ അവർ കൈകോർക്കുന്നുണ്ട്. ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തെ പോസ്റ്റൽ യൂണിയൻ അവർ നിശ്ചയിച്ച ക്രിസ്മസ് ആഘോഷം അത് അവർ തന്നെയാണ് റദ്ദ് ചെയ്തത്. അവരിൽ നിന്ന് യൂണിയൻ മാറി സംഘപരിവാർ യൂണിയനിലേക്ക് പോയ ഒരു ക്രിസ്ത്യാനി അവര് കരോളിൽ പങ്കെടുക്കരുത് എന്ന് വിലക്കിക്കൊണ്ട് അതിന്റെ പേരിലുണ്ടായ
നടപടിയിൽ ഈ പോസ്റ്റൽ യൂണിയനാണ് ക്രിസ്മസ് ആഘോഷം റദ്ദ് ചെയ്തത്. വേറെ അല്ലാതെ നരേന്ദ്രമോദി അല്ല റദ്ദ് ചെയ്തത്, കേന്ദ്ര ഗവൺമെന്റ് അല്ല റദ്ദ് ചെയ്തത്, തിരുവനന്തപുരത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരല്ല റദ്ദ് ചെയ്തത്. സഖാക്കളുടെ യൂണിയൻ, എന്റെ പേരെനിക്കറിയാൻ വയ്യ, രംഗത്തല്ല പ്രവർത്തിക്കുന്നതുകൊണ്ട് സഖാക്കളുടെ പോസ്റ്റൽ രംഗത്തുള്ള യൂണിയൻ തന്നെ റദ്ദ് ചെയ്ത് പരിപാടി. ഇപ്പൊ ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്ന്, ഇപ്പൊ അവനവന്റെ കോണകത്തിൽ വിസർജിച്ചത് ആര് എന്ന് അന്വേഷിച്ച് അത് കേരളം മുഴുവൻ ഒരു സമാജത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ തിരുവനന്തപുരത്ത് അധികാരം കിട്ടിയപ്പോ പോസ്റ്റൽ യൂണിയന്റെ ക്രിസ്മസ് ആഘോഷം റദ്ദ് ചെയ്തത് ആ യൂണിയനാണ്. കൃത്യമായി തെളിവുണ്ട്. ഇത്തരം തെമ്മാടിത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവിൽ ഏറ്റുമുട്ടൽ നടന്നാൽ അതിന് ഉത്തരവാദികൾ ഈ മതത്തിന്റെ ആളുകളല്ല, നേരെ മറിച്ച് താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെ